ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമ്മൾ എന്താണ് x2 - x1 സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അടുത്ത മക്കളെ, ഈസി ടേം ഒരു പദമാണ് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ തന്ന ടേമിന് ഫസ്റ്റ് ടേം കൊടുക്കുക, അതായത് xn - x1. ആ കിട്ടുന്ന ആൻസർ മക്കളെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് പറയുക, നമുക്ക് അതൊരു പദമാണ് എന്ന് പറയാം. കോമൺ ഡിഫറൻസിന് മൾട്ടിപ്പിൾ അല്ല, പൊതുവ്യത്യാസത്തിന് ഗുണിതം അല്ലെങ്കിൽ അതെന്തല്ല, പദമല്ല. ഇങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അടുത്ത പൊസിഷൻ ഓഫ് എ ടേം, അതായത് ഒരു പദത്തിന്റെ സ്ഥാനം എത്ര ചോദിച്ചാൽ കാണാൻ ഇക്വേഷൻ എന്താണ്, n = xn - x1 / d+1. ഇത് വെച്ച് വേണം നമ്മൾ ഒരു പൊസിഷൻ സ്ഥാനം കണ്ടുപിടിക്കാൻ. അതേപോലെ മക്കളെ, നമ്മൾ ടേം കണക്ഷൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതായത് 3 ടേംസ് x1 x2 x3 ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, x1 + x3/2 ചെയ്താൽ മതി. അതേപോലെ x1 + x3 കാണാൻ എന്ത് ചെയ്താൽ മതി, 2 × x2 ചെയ്താൽ മതി എന്ന് നമ്മൾ കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത മക്കളെ, സം എന്താണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ് കാണാൻ ഇക്വേഷൻ എന്താണ്, സം = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ്, അതായത് മധ്യപദം × പദങ്ങളുടെ എണ്ണം. അതേപോലെ തുക എന്താണെങ്കിലും മക്കളെ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ സം കാണാൻ ഇക്വേഷൻ എന്താണ്, സം = സം ഓഫ് വൺ പെയർ × നമ്പർ ഓഫ് പെയർസ്, അതായത് തുക സമം ഒരു ജോഡിയുടെ തുക × ജോഡികളുടെ എണ്ണം. ഈ കൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ.